വളരെ പ്രധാനപ്പെട്ട വാർത്ത. വീണ്ടും നിയമന വിവാദത്തിൽ UDF സർക്കാർ. മന്ത്രി KA തുളസിയുടെ ഡ്രൈവർ DYFI നേതാവാണെന്നാണ് പുതിയ ആരോപണം. പാലക്കാട് മുണ്ടൂരിലെ DYFI നേതാവ് നിതിനെയാണ് ഡ്രൈവറായി നിയമിച്ചത്. സ്റ്റാഫിൽ ഇത്തരത്തിലാണ് നിയമനങ്ങൾ നടത്തുന്നതെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണെ, അത് കൊള്ളാമല്ലോ. മന്ത്രി KA തുളസിക്ക് ഡ്രൈവറായിട്ട് എത്തിയിരിക്കുന്നത് DYFI നേതാവാണ്. അത് നമ്മുടെ KSU പിള്ളേർ നോക്കി നിൽക്കോ? എന്താണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായ വസ്തുതാപരമായ കാര്യങ്ങൾ? ഒപ്പം എങ്ങനെയാകും യൂത്ത് കോൺഗ്രസ് സ്വന്തം പാർട്ടിക്കുള്ളിലെ മന്ത്രിയെ തന്നെ നേരിടാൻ ഒരുങ്ങുന്നത്? അശ്വതി, മന്ത്രി KA തുളസിയുടെ ഡ്രൈവറായിട്ട് ഇപ്പോൾ നിതിൻ എന്നുള്ള DYFI നേതാവിനെയാണ് നിയമിച്ചിരിക്കുന്നത്. മുണ്ടൂരിൽ നിന്നുള്ള DYFIയുടെ നേതാവാണ് ഈ നിതിൻ. ഇതിൻ്റെ ചിത്രം സഹിതമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് തിരുവാലത്തൂരാണ് ഇത്തരത്തിൽ ഈ DYFI നേതാവിനെ മന്ത്രിയുടെ ഡ്രൈവറാക്കിയതിനെതിരെ പ്രതിഷേധമായി അല്ലെങ്കിൽ അതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. DYFIയുടെ നേതാവ് മാത്രമല്ല, നിതിൻ നിരന്തരം യൂത്ത് കോൺഗ്രസ്സുകാരെ മുണ്ടൂർ ഭാഗത്ത് കുമ്മാട്ടി ഉത്സവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയൊക്കെ കൊലവിളി നടത്തുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത്. ഏതായാലും സ്റ്റാഫിൽ ഇത്തരത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നത് എങ്കിൽ മന്ത്രിമാരെ തെരുവിൽ നേരിടും എന്നുൾപ്പെടെ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മന്ത്രിയായതിനാൽ ഒന്നും മിണ്ടുന്നില്ല. പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഉടൻ വേണമെന്നും ഈ സതീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മന്ത്രി KA തുളസി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇനി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടി മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ DYFI അല്ല എന്ന തരത്തിലൊരു ന്യായീകരണമാണ് ഈ വിഷയത്തിൽ അവർ നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നിതിൻ എന്ന ഈ DYFI നേതാവിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്ന തരത്തിൽ പ്രതികരണം KA തുളസിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് അവർ ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ പറയാം എന്നാണ് മന്ത്രി പറയുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ സ്റ്റാഫായിട്ട് ഈ ഒരു DYFI നേതാവിനെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഏതായാലും രംഗത്തെത്തിയിരിക്കുന്നത്.